രാഖി, നമ്മുടെ ടി.ജി. മോഹൻദാസ് അതെ. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ദിവസം നോക്കി, അതായത് അവധി ദിവസം നോക്കി എറണാകുളത്ത് നിന്ന് പിടികൂടി വലിയ ഷോയാക്കി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അങ്ങ് ജയിലിനകത്ത് ഇട്ടേക്കാം എന്നൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ടി.ജി. മോഹൻദാസിന് കോടതി ജാമ്യം അനുവദിച്ചു. എന്നിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചു. ജാമ്യം അനുവദിക്കാൻ പാടില്ല, ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കും ടി.ജി. മോഹൻദാസ് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അപ്പോൾ കോടതിയുടെ തിരിച്ചുള്ള ചോദ്യം, ജാമ്യം അനുവദിക്കാതിരിക്കാൻ കാരണം എന്താണ്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. അതായത് ടി.ജി. മോഹൻദാസ് ഈ സംഭവം ഉണ്ടായി വിവാദമായി വലിയ വിഷയമായൊക്കെ നിൽക്കുമ്പോഴും ടി.ജി. ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ടി.ജി. എവിടെയാണ് ഒളിവിൽ പോയത് എന്നൊരു ചോദ്യമാണ് കോടതി തിരിച്ചു ചോദിച്ചത്. വളരെ നിർണായകമായ ചോദ്യം അല്ലേ? അപ്പോൾ അതിൽ തന്നെ എല്ലാം അവസാനിച്ചു. ടി.ജിക്ക് ജാമ്യം കിട്ടുന്നു. ടി.ജി. ഫോൺ ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തിനാണ് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്? അതായത് ആരുടെ ചട്ടുകമായി മാറുകയായിരുന്നു ആഭ്യന്തര ഒരുതരം പ്രീണനമാണ്. ആർക്കു വേണ്ടി, ആരെ പ്രീതിപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ലീഗ് പല വിഷയങ്ങളിൽ ഇടഞ്ഞിൽപ്പുണ്ട്. ഇനി അതാണോ കാരണം? എവിടെയാണ് കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കുന്നത്? അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഏത് വഴിക്കാണ് പോകുന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. മുസ്ലിം പ്രീണനത്തിനും വർഗീയവാദികൾക്കും വേണ്ടി സർക്കാരിൻ്റെ ഇരട്ടത്താപ്പിന് ലഭിച്ച മറുപടിയാണ് ടി.ജി. മോഹൻദാസിൻ്റെ ജാമ്യം. പോലീസിൻ്റെ വാദങ്ങൾ കോടതിയിൽ തകർന്നടിഞ്ഞതോടെ ആഭ്യന്തര വകുപ്പും വെട്ടിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് കെ.ബി. ശ്യാമപ്രസാദും കൊച്ചിയിൽ നിന്ന് ജിജീഷ് കർണാടിനൊപ്പം ചേരും. ആദ്യം ശ്യാമപ്രസാദിലേക്ക്. ശ്യാമപ്രസാദ്, തലസ്ഥാനത്താണല്ലോ ഇപ്പോൾ നമ്മുടെ ജിജീഷ് നിൽക്കുന്ന എറണാകുളത്ത് തുടങ്ങി ശ്യാം നിൽക്കുന്ന തലസ്ഥാനത്താണ് ഈ ടി.ജി. മോഹൻദാസ് എന്ന വിഷയം സജീവമായി കേട്ടത്. അറസ്റ്റ്, ടി.ജി. അകത്താക്കാമെന്ന മോഹം, അകത്താക്കുമ്പോൾ ആഹ്ലാദിക്കാൻ തയ്യാറായി നിന്ന SFIക്കാർ, UDFകാർ ഒക്കെ ഇന്നലെ ഒറ്റ നിമിഷം കൊണ്ട് കോടതിയുടെ ഒറ്റ ചോദ്യം കൊണ്ട് ഇല്ലാണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ടി.ജി. പുറത്തേക്കിറങ്ങുമ്പോൾ എന്ത്? കൃഷ്ണരാജ്, എന്തായാലും ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും അടക്കം കനത്ത അടി തന്നെയാണ് ഇന്നലെ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. പ്രധാനമായും ടി.ജി. മോഹൻദാസിൻ്റെ ഇത്തരത്തിൽ നമ്മൾ കണ്ടതാണ്. രാത്രിയോടുകൂടി തന്നെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വലിയൊരു നാടകീയതയെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പോലും വളരെ കാര്യങ്ങൾ, അതായത് SFIക്കാരും UDFകാരും എല്ലാം തന്നെ പല ഭാഗങ്ങളിലുമെല്ലാം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ കോടതിക്ക് മുന്നിൽ SFIക്കാരുടെ ചില പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ മിനിറ്റുകൾക്കകം പൊളിഞ്ഞെടുങ്ങുന്നതാണ് പിന്നീട് കോടതിയിൽ കണ്ടത്. ഈ കോടതിയിൽ ഒന്നൊന്നായി കോടതി ഈ ടി.ജി. മോഹൻദാസിൻ്റെ അറസ്റ്റിനെതിരെ പോലീസിനോട് ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ തന്നെയാണ് വളരെയധികം നിർണായകമാകുകയും ടി.ജിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ ടി.ജിക്ക് ജാമ്യം ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതി സ്വമേധയാ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് നിലവിൽ ഇതിൽ സംബന്ധിച്ച പരാതി ലഭിച്ചിരുന്നു. നിലവിൽ പോലീസിനോട് ചോദിച്ചത് 15 പരാതികളെന്ന് പോലീസ് മറുപടി നൽകിയപ്പോൾ ഇതിലെങ്ങനെയാണ് പരാതി ലഭിച്ചതെന്ന് കോടതി ചോദിച്ചു. വാക്കാലുള്ള പരാതി എന്നായിരുന്നു പോലീസിൻ്റെ മറുപടി. ഇങ്ങനെ വാക്കാലുള്ള പരാതിയിൽ എന്ത് സ്വീകരിക്കും എന്നുള്ളൊരു സാഹചര്യമാണ് കോടതി പിന്നീട് ചോദിക്കുകയും ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും നിലവിൽ കോടതിയിൽ ആഭ്യന്തര വകുപ്പിനെ നട്ടം തിരിക്കുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് കോടതിയും പോവുകയും ചെയ്തത്. ഇതിൽ മറ്റൊരു രാഷ്ട്രീയ വശം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം സർക്കാർ നിലവിൽ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ബോർഡ് കോർപ്പറേഷൻ വിഭജനങ്ങളിലും അടക്കം മറ്റ് സീറ്റ് തർക്കത്തിലും അടക്കമെല്ലാം തന്നെ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ലീഗ് അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ അടക്കം പ്രീണിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അറസ്റ്റിന് കളമൊരുക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പ് ചില കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ കണ്ടിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മിനിറ്റുകൾക്കകം പൊളിഞ്ഞടങ്ങുന്നതായിരുന്നു ഇന്നലെ കോടതിയിലും സംഭവിച്ചത്. എന്തായാലും മുസ്ലിം പ്രീണനത്തിനും വർഗീയവാദികൾക്കുമെതിരെയുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് ടി.ജി. മോഹൻദാസിൻ്റെ ജാമ്യം എന്ന് തന്നെ അടിവരയിടുന്നതായിരുന്നു ഇന്നലെ കോടതിയിലടക്കം കണ്ടുകയും പ്രധാനമായും ടി.ജി. പുറത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്ന കാഴ്ചകൾ. യെസ്, എന്തായാലും അങ്ങനെയാണ് തലസ്ഥാനത്ത് നിന്ന് നമുക്ക് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വാദങ്ങൾ അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ നമുക്ക് ജിജീഷിലേക്ക് കൂടി പോകാമല്ലേ? കാരണം അവിടെ ആയിരുന്നല്ലോ അറസ്റ്റ് ഉണ്ടായത്. ഒപ്പം തന്നെ ശക്തമായ പ്രതിരോധമുണ്ടായിരുന്നു പോലീസിന് മുന്നിൽ. എന്നിട്ടും പോലീസ് അദ്ദേഹവുമായി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ഈ അറസ്റ്റിന് പോലും ഒരുപാട് സമയം വൈകിയല്ലേ? അതിനുശേഷമാണ് ഒരു നാടകീയമായ നീക്കത്തിനൊടുവിലൊക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതും ഒക്കെ. എന്തായാലും ഈ അറസ്റ്റ് ഉണ്ടാകുന്നു,
പിന്നീട് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും ഈ കേസിന്റെ ഒരു ഭാവി എന്നുള്ളത് കൂടി നമുക്ക് അറിയണം. ഒപ്പം തന്നെ ജിജീഷ് ലൈൻ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജിജീഷ്, എങ്ങനെയായിരിക്കും ഇനി അവിടെയുള്ള പോലീസിന്റെ ഒരു തുടർ നീക്കങ്ങൾ? കൃഷ്ണരാജ് വല്ലം പറഞ്ഞതുപോലെ എത്രമാത്രം നാടകീയമായിട്ടാണ് ഞായറാഴ്ച വൈകിട്ട് TG മോഹൻദാസിനെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നതോടെ പോലീസ് എത്തുന്നതടക്കമുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ സമീപകാലത്ത് ഒന്നും ഇല്ലാത്ത ഒരു നാടകീയ രംഗങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ കൃത്യമായി തന്നെ പോലീസ് ശ്രമിക്കുകയും ചെയ്തു. 4:30 4:30 അവിടെ എത്തുന്നു. ഏതാണ്ട് 3 മണിക്കൂർ ആ വീട്ടിൽ പോലീസ് സംഘം ചെലവഴിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ വീട്ടുതടങ്കിൽ എന്ന നിലയിൽ തന്നെ പുറത്തും അകത്തുമെല്ലാം വലിയ പോലീസ് സന്നാഹം. അത് തന്നെയാണ് ഇന്നലെ കോടതി ചോദിക്കുകയും ചെയ്തത്. അദ്ദേഹം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ, അങ്ങനെയാണ് ഒളിവിൽ പോകും അല്ലെങ്കിൽ കേസുമായി സഹകരിക്കില്ല എന്നെല്ലാം പറയാൻ കഴിയുക? കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പോലും 11 ദിവസത്തിന് ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞ് നിങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. പിന്നെ എന്തുകൊണ്ട് അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നു എന്ന കൃത്യമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. എങ്ങനെയാണ് TG മോഹൻദാസിന്റെ അറസ്റ്റിലേക്കെല്ലാം നയിക്കുന്ന, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിലേക്കും എല്ലാം കടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന്. അന്ന് ഞായറാഴ്ച വൈകുന്നേരം അവിടെ പോലീസ് സംഘം എത്തിയപ്പോൾ പോലും നിരവധി കോളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്തിയത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള നിരവധി കോളുകൾ വരുന്നു. ആദ്യം അദ്ദേഹത്തോട് ചില വിവരങ്ങൾ ആരായാൻ മാത്രമാണ്, അറസ്റ്റ് ഉണ്ടാവില്ല, കസ്റ്റഡി ഉണ്ടാകില്ല എന്നെല്ലാമാണ് അവിടെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകരോടും മാധ്യമപ്രവർത്തകരോടും എല്ലാം പോലീസ് പറഞ്ഞത്. വളരെ വേഗം നടപടികളെല്ലാം മാറി മറയുന്നു. പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു. സ്വാഭാവികമായും അവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, ആ പ്രദേശത്തുള്ള ജനങ്ങൾ അവിടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അതിശക്തമായ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന വലിയൊരു ജനവിഭാഗം കേരള സമൂഹത്തിലുണ്ട്. അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ടാണെങ്കിലും മതപരമായി നേരിടുന്ന അവഗണനകളെ സംബന്ധിച്ചാണ് എങ്കിലും ഭീകരവാദവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗമുണ്ട്. അവർ ശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു അന്ന് അവിടെ സംഘടിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നു. അവിടെയും നാടകീയമായ രംഗങ്ങൾ നേരത്തെ ശ്യാമടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ന്റെയും DYFI-യുടെയും എല്ലാം പ്രവർത്തകർ തടിച്ചുകൂടി അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ കൃത്യങ്ങൾ അല്ലെങ്കിൽ ഇതേ രീതിയിൽ പറയുന്ന രീതിയിലുള്ള കേസിന് ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകൾ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും CPM-ന്റെയും എല്ലാം നേതാക്കളോട് എങ്ങനെയായിരുന്നു പോലീസ് സംവിധാനങ്ങൾ പെരുമാറിയിരുന്നത് എന്നതാണ്. ഇതുവരെ ഒരു കേസ് പോലും പല നേതാക്കൾക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല. TG ഒരു ഇന്റർവ്യൂവിനിടയിൽ സാധാരണ നിലയിൽ അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നതിനപ്പുറം അത്തരം ഒരു വിഷയത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പല ഭാഗങ്ങളിലായി പരാതി ലഭിച്ചു എന്ന് പറയുമ്പോൾ വാക്കാലുള്ള പരാതികളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ KM ഷാജി മറുവശത്തുണ്ട്, ഒപ്പം തന്നെ സജി ചെറിയാനുണ്ട്, ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാൻ മറുഭാഗത്തുണ്ട്, MM മണിയുണ്ട്, സ്ത്രീവിരുദ്ധ പരാമർശം തുടക്കം കുറിച്ച ആളെന്ന് തന്നെ കൃത്യമായി പറയാൻ കഴിയുന്ന MM മണി മറുഭാഗത്തുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ആ കേസുകളിൽ നിന്ന് ഉൾപ്പെടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലൊന്നും വരാതെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് TG മോഹൻദാസിനെ നാടകീയമായി തന്നെ പിടികൂടുകയും തുടർ നടപടികളിലേക്ക് എല്ലാം തന്നെ കടക്കുകയും ചെയ്യുന്നത്. അതുതന്നെയാണ് ദുരൂഹമായി തുടരുന്നത്. പരമാവധി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യിക്കാനും ജയിലിലേക്ക് അയക്കാനും എല്ലാമുള്ള ശ്രമങ്ങളായിരുന്നു പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് എങ്കിൽ കോടതിക്ക് മുന്നിൽ കൃത്യമായ വാദങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ പോലും ഈ താൻ പറഞ്ഞ നിലപാടുകളിൽ നിന്നോ തന്റെ വാക്യങ്ങളിൽ നിന്നോ അദ്ദേഹം പിന്മാറിയില്ല എന്ന് മാത്രമല്ല. ജിജീഷ്, ഇതാരെ പ്രീണിപ്പിക്കാനാണ്? ഇപ്പോൾ ജിജീഷ് തന്നെ പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് സജീവമായി നിൽക്കുന്ന ഇടതു വലത് മുന്നണികളിലെ പല നേതാക്കളും സ്ത്രീവിരുദ്ധമായി എത്രയോ വാചകങ്ങൾ തട്ടിവിട്ടിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്. പക്ഷേ ഒരിടത്തും നടപടി ഉണ്ടായിട്ടില്ലല്ലോ. ഈ സമീപകാലത്ത് പോലും എത്രയോ വിഷയങ്ങൾ ഉയർന്നു കേട്ടതാണ്. അപ്പോൾ TGയുടെ കാര്യത്തിൽ മാത്രം നിയമത്തിൻ്റെ വഴിക്ക് എന്ന് തോന്നിപ്പിക്കും വിധം ഈ ഒരു ഷോ എന്തിനായിരുന്നു? ആരെ പ്രീണിപ്പിക്കാൻ?
കൃഷ്ണ, ഒരു കാര്യം ഉറപ്പാണ്. അവിടെ ഈ ഒരു പോലീസ് സംവിധാനങ്ങൾക്ക് പ്രീണിപ്പിക്കേണ്ടത് നിലവിലുള്ള ഭരണ സംവിധാനത്തെ മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ മാത്രമല്ല, അവിടെ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, CPM-ന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്കെല്ലാം തന്നെ അനഭിമതനാണ് TG മോഹൻദാസ് എന്ന വ്യക്തി എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പല സധൈര്യമുള്ള നിലപാടുകളും അവരെ പല ഘട്ടങ്ങളിലും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ടുള്ള അമ്പുകൾ ഏറ്റ് പിടഞ്ഞ ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ നേതാക്കളിൽ പല ആളുകൾ എന്ന് പറയുന്നത്. അവരുടെ ആശയപരമായ സംവാദത്തിലൂടെ അദ്ദേഹം പല ഘട്ടങ്ങളിലും തോൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിലൂടെ നിരവധി ആളുകളെ അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് എത്തിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ഏത് വിധേയനെയും വേട്ടയാടുക എന്നത് അത് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു, CPM-ന്റെയും CPI-യുടെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു. ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഫലം കണ്ടു എന്ന് പറയുമ്പോൾ പോലും അതിനെ ഒന്നും TG മോഹൻദാസ് എന്ന വ്യക്തി യാതൊരു തരത്തിലും കൂസലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷകളടക്കം നമുക്ക് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം താൻ എന്താണോ പറഞ്ഞത് ആ നിലപാടുകൾക്ക് ഉരടി പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും, ഇനിയും ഇത്തരം അഭിപ്രായങ്ങൾ തുറന്നു പറയുമെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം പിന്തുണയുമായി ഉണ്ടായിരുന്ന ആളുകൾ, ഇവിടെ നിന്ന് ആ വാഹനം പോകുന്ന സമയത്ത് പോലും നിരവധി വാഹനങ്ങളിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ, മറ്റ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അങ്ങനെ ഓരോ അദ്ദേഹത്തിന്റെ ചലനത്തിലും പിന്തുണയുമായി 10,000 ഉള്ളപ്പോഴാണ് പോലീസ് ഈ തരത്തിൽ ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും എല്ലാം വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചതും നാടകീയ രംഗങ്ങളിലൂടെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു 11 ദിവസവും ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ പോകാനോ മുൻകൂർ ജാമ്യത്തിനോ കേസിൽ നിന്ന് ഒഴിവാകാനോ ഉള്ള ഏതെങ്കിലും ശ്രമങ്ങൾ TG മോഹൻദാസ് എന്ന വ്യക്തി ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. അദ്ദേഹം മട്ടാഞ്ചേരിയിൽ TG മോഹൻദാസിന് ജാമ്യം കിട്ടിയതോടെ ആഭ്യന്തര വകുപ്പിന്റെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നു. മാത്രമല്ല, എന്തിന് TGയെ ഈ വിധം അറസ്റ്റ് ചെയ്ത് അതായത് ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു പോലീസിനെ, അല്ലെ? അതായത് ഈ എന്താണ്, ഒരു പൊതു നിയമമൊക്കെ ഉണ്ടല്ലോ, നോട്ടീസ് നൽകി ആ ഒരു അറസ്റ്റിലേക്ക് നോട്ടീസ് നൽകിയില്ല, ഞായറാഴ്ച അറസ്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയും ഒന്ന് കളിപ്പിച്ച് കഷ്ടപ്പെടുത്തണം. പക്ഷേ അതൊക്കെ കൂളായി നേരിട്ടു TG എന്നാണ് തിരിച്ചിറങ്ങി പോകുമ്പോഴത്തെ ആ മുഖത്തെ ചിരി വ്യക്തമാക്കിയത്. അപ്പോൾ ആരെയോ പ്രീണിപ്പിക്കാനാണ്, ആരെയോ എന്നല്ല ആരെയെന്നെല്ലാം വ്യക്തമാണ്. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശ്യാമപ്രസാദും, കൊച്ചിയിൽ നിന്ന് ജിജീഷും.